ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ചാനലിലെല്ലാം വാർത്തയാണ്, അതുപോലെ തന്നെ ചർച്ചാ വിഷയമാണ്. അത് വിട്ടൊഴിയാനായിട്ട് മടിക്കുന്നു. കാരണം ഉന്നതരായ ആളുകളാണ് ഇടയ്ക്കിടയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അവരെപ്പറ്റി കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ വന്നൊരു വാർത്ത നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. ചാനലുകളിൽ കുറച്ച് ചർച്ചയൊക്കെ ഉണ്ടായതാണ്. അതായത് ശബരിമലയിലെ തിരക്ക് കാരണം പ്രതീക്ഷിക്കാത്തത്ര ആളുകൾ വന്നു. ആ തിരക്ക് കാരണം ഒട്ടേറെ പേര് ഇടയ്ക്ക് വെച്ച് മാല ഊരി തിരിച്ചുപോയി. അവർക്ക് ഭഗവാനെ കാണാനായിട്ടുള്ള അവസരം കിട്ടിയില്ല. അപ്പോൾ അത് തിരിച്ചു പോയവരിൽ നല്ലൊരു പങ്ക് ഈ കേരളത്തിന് പുറത്തു നിന്ന് വന്നവരാണ്. അപ്പോൾ അവർ മണിക്കൂറുകളോളം, അല്ലെങ്കിൽ 15 മണിക്കൂർ 18 മണിക്കൂറൊക്കെ കാത്തു നിന്നിട്ടും ക്യൂവിൽ നിന്നിട്ടും പച്ചവെള്ളം പോലും കിട്ടാനില്ലാതെ ആ 18-ാം പടി ചവിട്ടാൻ കഴിയാതെ അവർ തിരിച്ചു പോകേണ്ട ഒരവസ്ഥ വന്നു. അത്രയ്ക്ക് മാത്രം തിരക്കും അതുപോലെ തന്നെ യാതൊരുവിധ മുൻകരുതൽ, അത് ഇത്ര തിരക്കുണ്ടാകുന്നു, ഇത്ര തിരക്ക് വന്നാൽ ഇന്നതൊക്കെ ചെയ്യണമെന്നുള്ള ഒരു പ്രോട്ടോക്കോളോ അങ്ങനെയൊന്നും അവിടെ ഇല്ല എന്ന് തോന്നുന്നു. അതിൻ്റെ എല്ലാം മറവിൽ അവർ തിരിച്ചു പോകേണ്ട സ്ഥിതി വന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ പുതിയ ദേവസ്വം ബോർഡ് ചെയർമാൻ കെ ജയകുമാർ, മുൻ ചീഫ് സെക്രട്ടറി, അദ്ദേഹം ക്ഷമ ചോദിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ പോലെ സത്യസന്ധനും മാന്യനുമായ ഒരാൾക്ക് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കൈയിട്ട് വരുന്നവർക്കൊക്കെയാണ് ആ സ്ഥാനം എന്നാണ് കേട്ടിട്ടുള്ളത്. അവിടെ വന്ന് കണക്കില്ലാതെ പണം വരുമ്പം അവിടെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഈ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ ആരുമൊന്ന് നക്കിപ്പോവും. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ആളുകൾ, ഭക്തരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ അവർ ഒരു ദർശനത്തിന് പോലും കഴിയാതെ തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന് മൊത്തം അപമാനകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് 1-2 വർഷം മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്, പൊന്നാനിയിൽ കൂടെ പോകുമ്പോൾ സഞ്ചരിക്കുമ്പോൾ അവിടുന്ന് ഈ ഭക്തജനങ്ങൾ ഈ കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ ആ പൊരി വെയിലത്ത് നടന്ന് ശബരിമലയ്ക്ക് പോകുന്നു. ആ ടാറിട്ട റോഡിലൂടെ അതെങ്ങനെ നടക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശബരിമല എത്തുമ്പോഴത്തേക്ക് അവരുടെ കാലൊക്കെ ഏത് സ്ഥിതിയിലായിരിക്കുമെന്ന്. അപ്പം രാഹുൽ ഗാന്ധി 4000 മൈലൊക്കെ നടന്നതാണ് അവിടെ ഈ കാശ്മീർ വരെ. അതിൻ്റെ ഫലം കിട്ടിയില്ല. ചാണ്ടി ഉമ്മനും കൂടെ പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇത്രയധികം ഭക്തിയോടുകൂടി സമീപിക്കുന്ന ഒരു ദേവസ്ഥാനത്തിന് അവിടെ വന്നിട്ട് ഈ ദേവനെ കാണാൻ കഴിയാതെ പോകുക എന്ന് പറഞ്ഞാൽ അത് ഖേദകരമായൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് അന്യസംസ്ഥാനക്കാർ. അപ്പോൾ അതിന് ഇത്രയും വലിയ ചർച്ചകളൊക്കെ ഉണ്ടായാലും ഇതിനൊരു പരിഹാരം എന്തെന്ന് ആരും പറഞ്ഞു കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അന്യസംസ്ഥാനക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക ക്യൂ വിടണം. കേരളീയർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മുടെ അയ്യപ്പൻ, ശ്രീ അയ്യപ്പൻ നമ്മുടെ കേരളീയനാണ്, കേരളീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, കേരളീയ ചിന്താഗതിയുടെയും കേരളത്തിൻ്റെ ഭാഗമാണ്. അപ്പം കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്നവർ അവർ വാസ്തവത്തിൽ നമ്മുടെ അതിഥികളാണ്. അവർ വരുമ്പം അവരെ ആദരിക്കുകയും അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുള്ളത് നമ്മുടെ ഒരു കടമ തന്നെയാണ്. കേരളീയർക്ക് എപ്പോൾ വേണേലും പോകാം, ഇത്രയേ ദൂരമുള്ളൂ. കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് പോയാലും ഇത്രയേ ദൂരം വരുന്നുള്ളൂ. നേരെ മറിച്ച് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അവരെത്രയോ മണിക്കൂറുകൾ സഞ്ചരിച്ചാണ് വരുന്നത്. രാത്രിയിലും പകലും ഒക്കെ വണ്ടി ഓടിച്ച് വരുന്നു. അതുപോലെ തന്നെ തിരിച്ചു പോകുന്നു. ഇവിടെ വന്ന് 15-20 മണിക്കൂർ ക്യൂവിൽ നിന്നിട്ട് പോവുക, എന്നിട്ടും കാണാൻ കഴിയാതെ പോവുക. അപ്പോൾ അതെത്രയോ ഖേദകരമായൊരു കാര്യമാണ്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കേരളീയർക്കൊരു ക്യൂ, കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവർക്ക് വേറൊരു ക്യൂ, അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കണ്ടുപോകാനുള്ള ഒരു സൗകര്യം, കൂടുതൽ അവർക്ക് പെട്ടെന്ന് കാണാനും അതുപോലെ തന്നെ കണ്ടിട്ട് പോകാനും ഉള്ളൊരു സൗകര്യം അതുണ്ടാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ടെന്ന് തോന്നുന്നു. അതെങ്ങനെ, അതിനെപ്പറ്റി എനിക്ക് അതിൻ്റെ ലോജിസ്റ്റിക്സോ ഇത് നടക്കുന്ന കാര്യമാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. കാരണം അതിഥികളായിട്ട് വരുന്നവരും ദൂരത്തു നിന്ന് വരുന്നവർ, ആ ഒരു കരുണ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. എത്രയോ മണിക്കൂറുകൾ അവർ സഞ്ചരിച്ചാണ് വരുന്നത്. അതും ഈ പരിചയമില്ലാത്ത റോഡുകളിലൂടെയൊക്കെ വണ്ടി ഓടിക്കുന്നത്, ഈ കേരളത്തിലെ ചെറിയ റോഡുകളിലൂടെയൊക്കെയാണ് ഈ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ അപകടങ്ങൾക്കും ഒക്കെ സാധ്യത കൂടുതലുള്ളതാണ്. അപ്പോൾ രാത്രിയിലും അസമയത്തുമൊക്കെ അവർ സഞ്ചരിക്കുന്ന അവസ്ഥ വന്നാലും അതൊക്കെ ദോഷകരമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അവർക്കൊരു പ്രത്യേക സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അത് നമ്മുടെ ഒരു ബാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൻ്റെ ഒരു ബാധ്യതയാണെന്ന് തോന്നുന്നു. അതിനുള്ളൊരു സൗകര്യം അതെങ്ങനെയാണെന്ന് പറ്റുമെന്നോ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം എല്ലാവർക്കും പറയും ഭഗവാന്റെ മുന്നിൽ എല്ലാവരും തുല്യരല്ലേ, എല്ലാവരും ഒരുപോലെയല്ലേ. അതെ, എല്ലാവരും ഒരുപോലെ തന്നെ. പക്ഷേ നമ്മൾ കേരളീയരാകുമ്പോൾ നമ്മൾ കേരളത്തിൽ വരുന്ന ആളുകൾ നമ്മുടെ അതിഥികളാണ്. അവർക്കൊരു പ്രത്യേക സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മളവരെ വിലമതിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അവരുടെ ഭക്തിയെ, അവരുടെ വിശ്വാസത്തെ നമ്മൾ അംഗീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അത് ചെയ്തു കൊടുക്കേണ്ടത് ഒരു പ്രാഥമികമായൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് എൻ്റെ സാധ്യതകളോ അതിൻ്റെ ലോജിസ്റ്റിക്സോ പറയാൻ ഞാനാണല്ല. അതേപ്പറ്റി അതിൻ്റെ
പിന്നെ ആ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ടൊരു പിന്നെ അഭിപ്രായം പറയാനും ആവില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യാനുള്ളൊരു എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം, ഒരു പ്രത്യേക സംവിധാനം അവർക്കായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. അതെപ്പോഴും നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ആ തിരക്ക് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഈ പിന്നെ ദൂരത്തു നിന്ന് വരുന്നവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ കുറച്ച് കുറയ്ക്കുന്നതിനും അതൊരു പിന്നെ സഹായകമായ ഒരു നിലപാടായിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ സംസ്ഥാനത്തിനും അതൊരു അഭിമാനം പകരുന്നൊരു കാര്യമാണ്. ആ കേരളത്തിൽ ചെന്നാൽ കേരളത്തിലെ ചെന്ന് കഴിഞ്ഞാൽ ഇന്നതൊക്കെ കിട്ടും, ഇന്ന രീതിയിലാണ് അവർ പെരുമാറുന്നതെന്ന് പറയുന്നത്, അത് നമുക്കുമൊരു അന്തസ്സുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇതൊന്ന് ചിന്തിക്കേണ്ടതാണ് വിവരമുള്ളവരും പിന്നെ ഇത് പ്രാപ്തിയുള്ളവരും, ഇത് കാര്യം ചെയ്യാനായിട്ട് കഴിവുള്ളവരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു.